ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ അങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള് ഇത് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്ക്. ഭയങ്കര ഹരാ. കഴിഞ്ഞല്ലോ സെപ്റ്റംബറില് നേപ്പാളിൽ എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ഹരാന്നറിയാം. പക്ഷെ കുറച്ച് എടാ പൊന്നു മോനെ, പോലീസുകാരെ തലതല്ലി പൊളിക്കാനൊന്നും അല്ല സമരത്തിന് പോകണം. പോലീസുകാർ മനുഷ്യരാണ്. ഇവൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? അവർ തലതല്ലി പൊളിക്കുകയാണോ? എടാ നിന്നെ പോലത്തെ ഒരാൾ തന്നെയാണ് അവിടെ പോലീസായിട്ട് നിൽക്കുന്നത്. നിനക്ക് അത്രയ്ക്ക് തരിക്കുകയാണെങ്കിൽ ഗൈസ് കൊല്ലത്തുള്ളവരില്ലേ, ഇവനൊന്ന് വിളിക്ക്. ഇവനുള്ള എന്താന്ന് വെച്ചാൽ ഒന്ന് കൊടുത്ത് ഇവന്റെ തരിപ്പൊന്ന് മാറ്റി. എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണല്, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണോ കുറെ ആലോചിച്ചത് അതാണ് നമ്മളെ സ്വപ്നത്തേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങള് മൂന്നാളും ഒരു PNG ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ എടാ നീ എന്തൊക്കെയാടാ പറയുന്നത്? ഇന്ത്യയുടെ പാർലമെന്റ് കത്തിക്കണം എന്നാ? ഇന്ത്യന്റെ പാർലമെന്റ് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടേ പോവാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇവനീ പറയുന്നതിന്റെ സീരിയസ്നെസ് ഇവൻ അറിയില്ലേ? അല്ലെങ്കിൽ ഈ വീഡിയോ ഇട്ടാൽ ഒരു 2 മിനിറ്റിൽ ഇവനെ വിളിച്ചു പറയാൻ പോലും ഒരു ബുദ്ധിയുള്ള ആൾക്കാർ ഇവന്റെ സർക്കിളിലില്ലേ? അങ്ങോട്ടാണ്ട് അടിച്ചു കഴിഞ്ഞല്ല നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ, പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കാൻ ഇതുപോലത്തെ കോമാളികൾ ഉള്ളിടത്തോളം കാലം കേരളം ഒരു ഭ്രാന്താലിയായിരിക്കും.